threat, no witness. രണ്ട് കാര്യങ്ങൾക്കാണ് ക്ലാരിറ്റി കിട്ടാത്തത്. കൂട്ടുകാരുമൊത്ത് DJ പാർട്ടിക്ക് വന്ന ജോൺ എന്തിനൊറ്റയ്ക്ക് പാർക്കിങ്ങിലേക്ക് വന്നു? Just basics, man's coming in real hot. But actually നിന്നെ വലിക്കാൻ വന്നു. എനിക്ക് ഇവളോട് ഒബ്സഷൻ ഉണ്ടോ? മോളിങ്ങോ ടെൻഷൻ ഉണ്ടോ? ഇവിടെ മുടി ഒന്ന് മാറ്റി കുറച്ചൊരു ബോൾഡ് ആയി. ക്യാമറ ഇത് നമ്മൾ ആക്ച്വലി സ്ലോ മോഷനിലാണ്. These days I've been chopping all these chains. Hey, column instincts, okay. Yeah, metal instinct, okay. Hey, darling, feeling it each day. Hey, money like that. Turning these takes when I'm fighting right back, okay. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു. നിർമ്മലിനെ പറ്റി ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. നിർമ്മല് അവനെന്താ പറയാ, അവന് ആണിന്റെ ശരീരവും പെണ്ണിന്റെ മനസ്സുമായിരുന്നു. നിന്റെ തന്ത ആരാണെങ്കിലും എനിക്കൊരു മയരുവില്ലടാ. കല്യാണം ചേച്ചൻ കഴിച്ചോ ചേട്ടൻ അവിടുന്ന് സാധനങ്ങളായിട്ട് വരും. ഇത് ചേട്ടൻ്റെ ഷോപ്പാണ്. അച്ഛൻ ഞാൻ നിർമ്മലിനെ പറ്റി പറഞ്ഞിട്ടില്ലായിരുന്നു. ഇവനാണോ? വേറെ വഴിയൊക്കെ ഉണ്ട്. വിമലയൊന്ന് അഡ്ജസ്റ്റ് ചെയ്താ ഞാനിതൊക്കെ അങ്ങ് വേണ്ടാന്ന് വെക്കും. മനസ്സിലായില്ല. Sir, அந்த clock tower பாத்தியா? clock tower பாருங்க சார். சார் அவன் செத்துட்டா சார். சார் அந்த clock tower பாருங்க சார். അക്ക നിർമ്മലിനെ കണ്ടോ? இல்லம்மா நான் பார்க்கல. അത് ചില ജസ്റ്റ് ഇങ്ങനെ ഒരു റിയാക്ഷൻ പൊന്തിയിട്ട് ഒരു ലുക്ക് കൊടുത്താൽ നിർമ്മൽ എന്ന ഹോസ്റ്റലിൽ വെച്ച് അനുഭവിച്ചത് എനിക്ക് ആരോടും പറയാൻ കഴിഞ്ഞില്ല. ഊരാൻ നോക്കണം. ഇപ്പൊ ഊരാൻ നോക്കുമ്പോ വിടാൻ നിന്നു. അപ്പൊ നീ ദേഷ്യത്തിൽ കൈ പിടിക്കുക. തിരിച്ച് ഇവന്റെ ഫേസിൽ ആ ക്രൂരത കാണണം. സാർ, ഇവിടെ സെന്റ് ജോസഫ് പള്ളിക്കടുത്ത് ഒരു പയ്യൻ തൂങ്ങി മരിച്ചിട്ടുണ്ട്. അത് സാർ അന്വേഷിക്കുന്ന ഗുരുവീട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കിരണാണ്. അവനും ചത്തല്ലേ? വാട്ടർ ട്രീറ്റ്മെന്റ് ലാബ് അനലിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. സർ, കഴിഞ്ഞ 6 മാസമായി ഈ ഫാക്ടറിക്കെതിരെ ജനകീയ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. സർ, അൽത്താഫിനെ ആക്രമിക്കാൻ കല്യാണി ഉപയോഗിച്ച കത്തിയിലുള്ള ഫിംഗർ പ്രിന്റ്സും മറ്റ് 3 ക്രൈം സീനിൽ കിട്ടിയ ഫിംഗർ പ്രിന്റ്സും മാച്ചിങ് അല്ല. അൽത്താഫിന്റെ ബോഡിന്റെ അടുത്ത് അൽത്താഫിന്റെ ബോഡിയുടെ അടുത്തുനിന്ന് കിട്ടിയത്. സർ, ഇവിടെയും കഴുത്തറുത്തിട്ടൊക്കെ വന്നിരിക്കുന്നത്. ജനനേന്ദ്രിയം മുറിച്ചു മാറ്റിയിട്ടുണ്ട്.
പോലെ മാനസിക വൈകല്യമുള്ള ഒരു കുട്ടിയെ ഒരു കാരണവശാലും ഇവിടെ തുടരാൻ അനുവദിക്കാൻ പറ്റില്ല. ജോൺ, ഞാൻ നിന്നെ കൊല്ലും. ഈ ഇൻസ്റ്റന്റ് ക്യാമറയിൽ കൊള്ളിക്കാൻ പറ്റുന്ന ഹൈറ്റ് അത് ആദ്യം ഇൻസ്റ്റന്റ് ക്യാമറയിൽ ഫോട്ടോ നോക്കുക. അഞ്ചാമത് വായിക്കാൻ പോകുമ്പോ വേഗം അപ്പൊ അത് കണ്ട് ഞെട്ടുന്ന ഇയാളുടെ കൗണ്ടർ റിയാക്ഷൻ. ഇയാൾ നോക്കുമ്പോ ഇവരെ എഴുതി ഇങ്ങനെ ബാക്കിലേക്ക് വരുന്നത്. അതിനനുസരിച്ച് ഇയാളുടെ ഫേസ് ട്രാവൽ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഇത്രയും വർഷമായില്ല സാറേ, ഇനിയെങ്കിലും എന്റെ മോളെ വെറുതെ വിട്ടൂടെ? താങ്ക് യു. ഒന്ന് മനസ്സിലാക്കും മാമിനെ എന്താ വേർഡിൽ അത് മക്കൾ തുടങ്ങല്ല. ദേഷ്യത്തിന് കരഞ്ഞു നിൽക്കുന്ന ദേഷ്യത്തില്ല. നിനക്ക് എന്താ പറഞ്ഞ മനസ്സിലാകാത്തത്? പിന്നെ മാം ഒന്ന് ആലോചിക്കുക. ഹോസ്റ്റലൊക്കെ ആവുമ്പോ കുറച്ച് റാഗിംഗ് ഒക്കെ ഉണ്ടാവും. അത് നീ കാര്യാക്കണ്ട. ഞാൻ പറയാം അത് ഞാൻ പറയാൻ വരുന്നില്ല. അപ്പൊ ഞാൻ ഫോക്കസ് എന്ന് പറയുമ്പോ നീ മെല്ലെ മെല്ലെ തുടങ്ങി. അങ്ങനെ ഒരു സീൻ പറയും. ഇവിടെ മാം എനിക്ക് ഒത്താറും മാം സിഗരറ്റ് എടുത്തിട്ട് അണ്ണ ഒരു സിഗരറ്റ് കൊല്ലാൻ ഉറപ്പിച്ചു തന്നെയാണ് അവന്റെ പുറകെ പോയത്. നമ്മളെ കൂടെ ഇത്രയും ദിവസം പാർട്ടായ അവന്തികയുടെ ലാസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിംഗ് ദീനമാണ് ടുഡേ. ധീരത്തിന്റെ പേരിലും ആസ് എ ഡയറക്ടർ താങ്ക് യു. വെരി നൈസ് എവരിവൺ.